ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മ കൽപ്പനയിലെ നാളത്തെ എപ്പിസോഡിന്റെ ചെറിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നാളെ അതായത് ശിവന്റെ ചെറിയൊരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി മണ്ണെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ലാവണ്യ പറയുന്നുണ്ട് അശ്വിന്റെ പൂന്തോട്ടത്തിലെ മണ്ണെടുക്കാൻ വേണ്ടി പറയാണ്. ശ്രുതിക്കാണെങ്കിൽ കയ്യും കാലും വിറക്കുവാട്ടോ. റൂമിൽ നോക്കുമ്പോൾ ആരും തന്നെയില്ല. ഹാവു രക്ഷപ്പെട്ടു, എന്നെ കാത്തോളന്റെ കുട്ടീഷനാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ റൂമിലേക്ക് കയറുവാണ്. കയ്യിലേക്ക് മണ്ണ് വാരി എടുക്കുന്നുണ്ട്. അതിനുശേഷം വേഗം തന്നെ നമ്മുടെ അശ്വിനെ ആരും കാണാതെ പെട്ടെന്ന് തന്നെ മുമ്പിലെ റൂമിലെ ഹാളിൽ കൊണ്ട് ഇങ്ങനെ വെക്കുവാട്ടോ. ഹാവോ, ഇനി കുറച്ചുകൂടി മണ്ണ് മതി, അതുകൂടി എടുത്തിട്ട് വന്ന കാര്യം നടന്നു എന്നിങ്ങനെ വിചാരിക്കണം. അങ്ങനെ വീണ്ടും പമ്മി 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 പോയിട്ട് നമ്മുടെ ശ്രുതി മണ്ണ് വീണ്ടും വാരുവാട്ടോ. ആ സമയത്താണ് അശ്വിൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയും പുറത്ത്. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ മണ്ണ് അവിടെ ഇവിടെ ഇങ്ങനെ മണ്ണ് കിടക്കണ്ടോ. ഇതെന്താ ഈ കിടക്കണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് അശ്വിൻ കാണുന്നത് ശ്രുതി ഇങ്ങനെ മണ്ണായിട്ട് ഇങ്ങനെ വരണത്. എടി എന്നിങ്ങനെ വിളിക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് നീ എന്തീ കാണിക്കണേ, നീ എന്തിനാ ഇവിടെ കയറിയത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ അത് ലാവണ്യമേട ഞാൻ മണ്ണോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോഴേക്കും അതേ സർ മണ്ണ് എന്ന് പറഞ്ഞിട്ട് തെറിച്ച് വീഴുവാണ് ശ്രുതിയുടെ മേത്ത്. ശ്രുതിയുടെ കണ്ണിന് പെടുന്ന മണ്ണ് വീഴുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഒരു കണ്ണു മാത്രം ഇങ്ങനെ അടച്ചടച്ച് ഇങ്ങനെ സൈറ്റ് അടിക്കണ പോലെ ഇങ്ങനെ അടക്കില്ലേ, അതുപോലെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് അശ്വിന് ചിരിയാണ് വരുന്നത്. നീ അവിടെ ഇരിക്കുന്നു പറയുമ്പോഴേക്കും സാർ സാറില്ല സാർ, സോറി സാർ, ക്ഷമിക്കും സാർ, ഞാൻ സാറിന്റെ അനുവാദം ചോദിക്കാതെ അകത്ത് കയറി മണ്ണെടുത്തു, ക്ഷമിക്കും സാർ ക്ഷമിക്ക്, നിന്റെ വായ കുറച്ച് നീ ഒന്ന് മൂടി വെക്കാവോ, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ പൂന്തോട്ടത്തിന്റെ നടുക്ക് ഒരു കസേര ഇട്ടിട്ട് നമ്മുടെ ശ്രുതിനെ അവിടെ ഇരുത്തുവാട്ടോ. തൊട്ട് മുമ്പില് നമ്മുടെ അശ്വിൻ മുട്ടുമടക്കി ഇങ്ങനെ ഇരിക്കുവാണ്. അതിനുശേഷം ശ്രുതിയുടെ കണ്ണൊന്ന് ഉയർത്തുന്നുണ്ട്. ഉയർത്തിയ ശേഷം കണ്ണ് ശരിക്കും കൈവച്ചിട്ട് ഇങ്ങനെ വിടർത്തിയ ശേഷം ഊതി കൊടുക്കുവാട്ടോ. ഊതുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ഒരു മുടി ഇവിടെ കിടക്കണ്ടാവും. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആ ഊതണ കാറ്റിന്റെ കൂടെ ഇങ്ങനെ ഇളകും കേട്ടോ. അതിനുശേഷം അവർ കണ്ണിക്കണി പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ കണ്ട പൊടി അങ്ങനെ മാറുന്നുണ്ട്. ശ്രുതി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അശ്വിന് വല്ലാതെ സന്തോഷം തോന്നും. അശ്വിൻ ശ്രുതിയുടെ പറഞ്ഞിട്ട് ശ്രുതി ഒന്ന് നിൽക്കുമെന്ന് പറയാണ്. എന്താ സർ? അതെ, നിനക്ക് മണ്ണല്ലേ വേണ്ടത്, ദേ ആ പാത്രം ഫുള്ളും മണ്ണ, ആ നല്ല മണ്ണ, അത് നീ എടുത്തോ എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതിക്ക് അത്ഭുതം തോന്നുന്നു. ഈശ്വര, അശ്വിൻ സാർ തന്നെയാണോ ഇത് എന്ന് വിചാരിച്ചിട്ട് ആ സന്തോഷത്തോടു കൂടി തന്നെ ആ മണ്ണ് ഫുള്ള് എടുത്തിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്ന ഒരു ഭാഗമായിട്ട് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.